Hi viewers, I'm Jeniji. In a previous episode we have seen that V1 is used for giving instructions, orders or commands. Now we are going to learn the same V1 is used to say our habitual actions or habits. ശരിയല്ലേ? ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച എന്താണ് V1. അപ്പം നമുക്ക് വെർബിന് 5 ഫോം ഉണ്ടെന്ന് പഠിച്ചു. V1, V2, V3, V4, V5. അതിൽ ഒന്നാമത്തെ ഫോമാണ് നമ്മൾ പഠിച്ചത് V1. അത് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നിർദ്ദേശം കൊടുക്കണം. അപ്പം നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? കം, സിറ്റ്, ഗോ എന്നൊക്കെ നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നു. V1 ആണ്. അതേ ആ V1ൻ്റെ അർത്ഥം എന്താ നോക്കൂ. ഗോ പോകൂ, കം വരൂ, സിറ്റ് ഇരിക്കൂ എന്നൊക്കെയാണ്. എന്നാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു സബ്ജക്റ്റ് വരുമ്പോഴേക്കും അതിൻ്റെ അർത്ഥം മാറിപ്പോകും. അപ്പം എന്താ പറയുന്നത് നോക്ക്. ഗോ പോകൂ എന്നാണ്. ഐ ഗോ. വാട്ട് ഇസ് ദ മീനിങ്? ഐ ഗോ ഞാൻ പോകാറുണ്ട്. ഇറ്റ്സ് മൈ ഹാബിച്വൽ ആക്ഷൻ. ഐ ഗോ. ഐ റീഡ്. ഇപ്പം ഞാൻ ഒരാളോട് പറയാണ് റീഡ്. റീഡിന് എന്തേ അർത്ഥമുള്ളൂ? വായിക്കൂ എന്നാണ്. റീഡ് വായിക്കൂ. ഐ റീഡ് ഞാൻ വായിക്കാറുണ്ട്. ഐ റീഡ് ദ ന്യൂസ് പേപ്പർ. ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ. ഞാൻ ദിവസവും പത്രം വായിക്കാറുണ്ട്. അതെൻ്റെ ഒരു ഹാബിറ്റാണ്, ഒരു ഹാബിച്വൽ ആക്ഷൻ, എൻ്റെ പതിവ് ശീലമാണ്. അപ്പം പതിവ് ശീലം പറയാനും ഇതേ V1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരേ പദം രണ്ട് ഉപയോഗം. ഒന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കാം, അതേ സമയത്ത് തന്നെ പതിവ് ശീലങ്ങൾ പറയാനും ഇതേ V1 ഉപയോഗിക്കുന്നു. ക്ലിയർ? അപ്പം നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പതിവായി ചെയ്യുന്ന പ്രവർത്തികൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ രാവിലെ ഉണരുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെയാണല്ലോ നമ്മുടെ പതിവ് ശീലങ്ങൾ. അപ്പം നമ്മൾ ഇന്നലെ ചെയ്തു, ഇന്ന് ചെയ്തു, നാളെയും ചെയ്യും. ഇതിനെയാണ് നമ്മുടെ പതിവ് ശീലങ്ങൾ അല്ലെങ്കിൽ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദ ഫസ്റ്റ് വൺ, ഐ വേക്ക് അപ്പ്. ഐ വേക്ക് അപ്പ്. വാട്ട്സ് ദ മീനിങ് ഓഫ് വേക്ക് അപ്പ്? ഉണരുന്നു. ഐ വേക്ക് അപ്പ് അറ്റ് 5:30. ഞാൻ 5:30 മണിക്ക് ഉണരുന്നു. ഐ വേക്ക് അപ്പ് അറ്റ് 5:30. ഞാൻ 5:30 മണിക്കാണ് ഉണരുന്നത്. ആഫ്റ്റർ സം ടൈം ഐ ഗെറ്റ് അപ്പ്. ഐ ഗെറ്റ് അപ്പ് സ്ലോലി. ഞാൻ പതുക്കെ എഴുന്നേൽക്കുകയാണ്. ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കുന്നു. ദെൻ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേക്ക് അപ്പ് ആൻഡ് ഗെറ്റ് അപ്പ്? ഈ വേക്കപ്പും ഗെറ്റപ്പും തമ്മിൽ എന്താ വ്യത്യാസം? വേക്ക് അപ്പ് ഫ്രം ദ സ്ലീപ്പ് ആൻഡ് ഗെറ്റ് അപ്പ് ഫ്രം ദ ബെഡ്. ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? വേക്കപ്പ്. അതേസമയം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഗെറ്റ് അപ്പ്. അപ്പോൾ ഈ വ്യത്യാസം അറിയണം. വേക്കപ്പ് ആൻഡ് ഗെറ്റ് അപ്പ്. ഫസ്റ്റ് ഐ വേക്കപ്പ്, ദെൻ ആഫ്റ്റർ സം ടൈം ഐ സ്ലോലി ഗെറ്റ് അപ്പ്. അപ്പോൾ രണ്ട് പദങ്ങളായി. ഇൻ ബിറ്റ്വീൻ വാട്ട് ഡു യു ഡു? ഇതിനിടയ്ക്ക് നമുക്ക് കുറേ കലാപരിപാടിയുണ്ട്. നമ്മൾ ഉറക്കം ഉണർന്ന ഉടനെ തന്നെ ചാടിയൊന്നും എഴുന്നേക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറയല്? സാധാരണ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഐ ടോസ് ആൻഡ് ടേൺ. പലപ്പോഴും നമുക്കിത് ഓർമ്മയുണ്ടാവില്ല. ആ മയക്കത്തിലായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്നതാണ്. ഐ ടോസ് ആൻഡ് ടേൺ. എന്താ ടോസ് ആൻഡ് ടേൺ? തിരിഞ്ഞും മറിഞ്ഞും ഒന്ന് കിടക്കും. കാരണം ഞാൻ എഴുന്നേക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ്. ഐ ടോസ് ആൻഡ് ടേൺ. പതുക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. ദെൻ ഐ റബ് മൈ ഐസ്. കണ്ണൊക്കെ ഒന്ന് തിരുമ്പും, കാരണം കണ്ണൊന്ന് ശരിക്കും തുറന്നു വരണം. ദെൻ യു സി ഐ സ്ട്രെച്ച് മൈ ബോഡി. കയ്യും കാലൊക്കെ ഒന്ന് നിവർത്തും. അതിന് മൂരി നിവർക്കുക എന്നൊക്കെയുള്ള ഒരു പ്രയോഗം മലയാളത്തിലുണ്ട്. എന്തായാലും കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് നിവർത്തുന്നതിനാണ് ഐ സ്ട്രെച്ച്. STRECH. സ്ട്രെച്ച് മീൻസ് നിവർത്തുക. ഐ സ്ട്രെച്ച് മൈ ബോഡി. ദെൻ ഐ യോൺ. പലപ്പോഴും നമ്മളൊന്ന് കോട്ടുവായിടും, ഇഷ്ടംപോലെ ഓക്സിജൻ എടുക്കുകയാണ്. ഐ യോൺ. YAWN. ഐ യോൺ. ഇതിനിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ 4 പുതിയ സെൻറ്റൻസുകൾ പഠിച്ചു. ഐ വേക്ക് അപ്പ്, ആഫ്റ്റർ സം ടൈം ഐ സ്ലോലി ഗെറ്റ് അപ്പ്. ഇൻ ബിറ്റ്വീൻ മീൻസ് അതിനിടയിൽ. ഇൻ ബിറ്റ്വീൻ ഐ ടോസ് ആൻഡ് ടേൺ, ഐ റബ് മൈ ഐസ്, ഐ സ്ട്രെച്ച് മൈ ബോഡി, ഐ യോൺ. 6 എണ്ണമായി. ഇനി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് സിറ്റ് ഓൺ ദ ബെഡ് ഫോർ സം ടൈം. കുറച്ച് നേരം ബെഡിലിരിക്കുക. അതെന്തിനാണെന്നുള്ളത് പിന്നെ വിശദീകരിക്കാം. അത് പഴമക്കാർ പറഞ്ഞു തരുന്നു, ഇപ്പം ഡോക്ടേഴ്സും പറയുന്നു. അത് നമ്മുടെ ഹാർട്ടിനും ബ്രെയിനിനും വേണ്ടിയുള്ള ഒരു കരുതലാണ്, ഹെൽത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പെട്ടെന്ന് നമ്മൾ ചാടി എഴുന്നേറ്റാൽ അത് ഹാർട്ടിനെ ബാധിക്കും, അതുപോലെ ബ്രെയിനിനെ ബാധിക്കും.
അതുപോലെ തന്നെ നമ്മൾ ഊണ് കഴിച്ച് ഉടനെ പോയിട്ട് കിടക്കുന്നതിൻ്റെ മുമ്പ് ഒരു 2 മിനിറ്റ് ഒന്ന് ബെഡിലിരിക്കാൻ പറയുന്നുണ്ട്. പഴമക്കാർ പറയാം ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാനാണ്. എന്തായാലും ഇറ്റ് ഈസ് ഫോർ ദ ഹെൽത്ത് ഓഫ് യുവർ ഹാർട്ട് ആൻഡ് ബ്രെയിൻ. അത് നമുക്ക് പിന്നെ വിശദമാക്കാം. അപ്പം നമ്മൾ കുറച്ച് നേരം 2 മിനിറ്റ് ബെഡിലിരിക്കുന്നു. ദെൻ ഐ മേക്ക് ദ ബെഡ്. വാട്ട്സ് എ മീനിങ് മേക്ക് ദ ബെഡ്? നമ്മൾ പായൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മടക്കി വെക്കുക എന്നൊക്കെയുള്ളൊരു പ്രയോഗമുണ്ട്. ശരിക്ക് ചുരുണ്ടൊക്കെ കിടക്കുന്ന പായ, ബെഡ്ഷീറ്റ് ഇതെല്ലാം ഒന്ന് നിവർത്തിയിടുന്നു, അത് വൃത്തിയാക്കിയിടുന്നു. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്. ദെൻ ഐ ഗോ ടു ദ ബാത്റൂം. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഐ ഗോ ടു ദ ബാത്റൂം. ബാത്റൂം എന്നും പറയും, ഐ ഗോ ടു ദ ടോയ്ലറ്റ് എന്നും പറയും. ബ്രിട്ടീഷുകാർ ടോയ്ലറ്റ് എന്ന് പറയും, അമേരിക്കക്കാർ ബാത്റൂം എന്ന് പറയും. അപ്പോൾ അവിടെ ടോയ്ലറ്റ് ഉണ്ടാവും, കുളിക്കാനുള്ള സൗകര്യം അതൊക്കെ ഉണ്ടായിരിക്കും. സോ ഐ ഗോ ടു ദ ബാത്റൂം. ഐ ഗോ ടു ദ ടോയ്ലറ്റ് എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ പ്രയോഗമാണ്. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത്. ഇത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐ ബ്രഷ് മൈ ടീത്ത്. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉണർന്ന ഉടനെ വാതിൽ മുട്ടുന്നു, നിങ്ങൾ ഓടിച്ചെന്ന് വായ തുറന്ന് ആരോടെയും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തനിനിറം നാട്ടുകാർ മനസ്സിലാക്കും. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ആദ്യം രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒന്ന് ബ്രഷ് ചെയ്തേക്കുക. കാരണം നമ്മുടെ ഉറക്കത്തിലൊക്കെ ഒരുപാട് ഉമിനീരും അതൊക്കെ ആയിട്ട് ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു ഇതാണ്, ഫസ്റ്റ് യു ബ്രഷ് യുവർ ടീത്ത്. ഇനി വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലവർ വെള്ളം കുടിക്കും, ചിലവർ ചായ കുടിക്കും, കട്ടൻ കാപ്പി കുടിക്കും, കട്ടൻ ചായ ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കത് പറയാം. വെള്ളം കുടിക്കുക, ഐ ഡ്രിങ്ക് സം വാട്ടർ. ഓർ ഐ ഡ്രിങ്ക് 2 glasses of water. ഓർ ഐ ഡ്രിങ്ക് 1 liter of water. എത്രയാണോ കുടിക്കുന്നത് പറയാം. അപ്പം നമ്മുടെ ഒരു ശീലമാണെങ്കിൽ ആ ശീലം പറയാം. അല്ലെങ്കിൽ ഇനി ചായ കുടിക്കുന്നതാണെങ്കിൽ ഐ ഡ്രിങ്ക് ബ്ലാക്ക് ടീ. ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ്. ഓർ ഐ ഡ്രിങ്ക് വൈറ്റ് ടീ. ചിലവർ പാലൊഴിച്ചതായിരിക്കും കഴിക്കുന്നത്. അപ്പം ഐ ഡ്രിങ്ക് വൈറ്റ് ടീ. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി, വൈറ്റ് കോഫി എന്നൊക്കെയാണ്. പാലൊഴിച്ചതിനാണ് അവർ വൈറ്റ് കോഫി എന്ന് പറയുന്നത്. അപ്പം ഐ ഡ്രിങ്ക് വാട്ടർ ഓർ ഐ ഡ്രിങ്ക് കോഫി ഓർ ടീ എന്താണെന്ന് പറയാം. ദെൻ ഐ റീഡ് ദ ന്യൂസ് പേപ്പർ. പിന്നെ നമ്മുടെ ശീലമാണ് ഐ റീഡ് ദ ന്യൂസ് പേപ്പർ. അതേസമയം പിന്നെ ചിലപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പറയും ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിന് കുക്ക് എന്ന വാക്കുണ്ട്, പ്രിപ്പയർ എന്ന വാക്കുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായ ഒരു വേർഡാണ് ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്നു. പിന്നെ എന്താണ്? ഐ റീഡ് ദ ന്യൂസ് പേപ്പർ. രാവിലത്തെ പത്രം വായിക്കുന്ന ശീലമുണ്ട്. ഓർ ഐ വാച്ച് ടി വി. ചിലവർ ടി വി കാണും. ഐ വാച്ച് ടി വി പ്രോഗ്രാം കാണുകയാണ്. അപ്പം ഇത് രാവിലത്തെ പ്രോഗ്രാം. അതിനിടയ്ക്കായിരിക്കും നമുക്കൊന്ന് കുളിക്കാൻ തോന്നും. സോ ഐ ടേക്ക് എ ബാത്ത്. കുളിക്കുന്നതിന് ഇംഗ്ലീഷിലെ വാക്കാണ് ടേക്ക് എ ബാത്ത്. BATH ബാത്ത് എന്ന് പറഞ്ഞാൽ കുളി, നൗണാണ്, കുളി എന്നാണ്. സോ ഐ ടേക്ക് എ ബാത്ത്. എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കുന്നു. ആ എ കളയരുത്. ടേക്ക് ബാത്ത് അല്ല, ടേക്ക് എ ബാത്ത്. ചിലവർ ടേക്ക് എ ഷവർ എന്നും പറയും. രണ്ടും ശരിയാണ്. ടേക്ക് എ ഷവർ എന്ന് പറഞ്ഞാൽ മുകളിൽ ഷവർ ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ ടേക്ക് എ ഷവർ അല്ലെങ്കിൽ ടേക്ക് എ ബാത്ത്. കുളിച്ച് കഴിഞ്ഞാൽ ഐ ചേഞ്ച് മൈ ഡ്രസ്സ്. അപ്പം വസ്ത്രമൊക്കെ ഒന്ന് മാറും, പുതിയ ഡ്രസ്സ് എടുത്തിടും. അപ്പോൾ സോ ഐ ചേഞ്ച് മൈ ഡ്രസ്സ്. പിന്നെ സാധാരണ ചെയ്യുന്നത് ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? വിദ്യാർത്ഥികൾ പറയും ഐ ഗോ ടു സ്കൂൾ. മുതിർന്നവർ പറയും ഐ ഗോ ടു വർക്ക്. ഞാൻ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ രാവിലത്തേത് കഴിഞ്ഞു. പിന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പതിവ് ഡ്യൂട്ടികളുണ്ട്. പഠിക്കുന്നതെല്ലാം കഴിഞ്ഞ് ദ ഈവനിങ് യു കം ബാക്ക്. ഇൻ ബിറ്റ്വീൻ യു ഹാവ് യുവർ ലഞ്ച് ഓർ യു ഹാവ് യുവർ ടീ ആൻഡ് സ്നാക്സ്. ഇതിനിടയ്ക്ക് ചായയും പലഹാരവും കഴിക്കുന്നത് അതൊക്കെ പറയാം. പക്ഷെ ഞാൻ മെയിനായിട്ടുള്ളതേ പറയുന്നുള്ളൂ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വീണ്ടും ഐ ഹാവ് മൈ ഡിന്നർ. വൈകുന്നേരത്തെ ഭക്ഷണത്തിന്, അത്താഴത്തിന് സപ്പർ എന്നൊരു വാക്കുണ്ടെങ്കിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിന്നർ. എന്നിട്ടോ ഐ ഗോ ടു ബെഡ്. ആഫ്റ്റർ സം ടൈം ഐ ഗോ ടു ബെഡ്. ഞാൻ കിടക്കാൻ പോകുന്നു, ഉറങ്ങാൻ പോകുന്നു. ഇതാണ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇനിയുണ്ട്, ഒരുപാടെണ്ണം പറയാം. പക്ഷേ ഇത്രയും നമ്മളിപ്പോൾ ഓർത്ത് വയ്ക്കുക. സോ വൺസ് അഗെയിൻ see in the morning I wake up. After some time slowly I get up. In between I toss and turn. I rub my eyes. I yawn. Then I stretch my body. I sit on the bed. I go to the bathroom. I brush my teeth. Then I have my black tea.
then I read the newspaper, I watch TV, then I take a bath. അതിനിടയ്ക്ക് വേണമെങ്കിൽ പറയാം ഐ വർക്ക് ഔട്ട് മീൻസ് ഡു ദ എക്സസൈസ്. ചിലവർ എക്സസൈസ് ചെയ്യും രാവിലെ, അതിന് വർക്ക് ഔട്ട് എന്ന് പറയാം. ഐ വർക്ക് ഔട്ട് ഓർ ഐ ഡു ദ എക്സസൈസസ്, എന്ത് വേണമെങ്കിലും ആവാം. ദെൻ I take a bath, I change my dress, I have my breakfast, I go to work, and in the evening I have my dinner. Then after some time around 10 o'clock or 10:30 I go to bed. ഇത്രയുമാണ് ഒരു ദിവസത്തെ ശീലം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തം പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്വന്തം ഒന്ന് പറഞ്ഞു നോക്കുക. ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്, അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇനി കൂടുതലുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ഇത് ഒച്ചത്തിലൊന്ന് പറഞ്ഞു നോക്കുക, എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു. ഞാൻ രാവിലെ തൊട്ട് വാട്ട് ഡു യു ഡു എവറി ഡേ, ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. സോ ദിസ് ഈസ് ദ യൂസ് ഓഫ് V1. Okay friends, thank you for watching this video. Goodbye till we meet again.